നമസ്തേ ബച്ചോ, പ്രിയപ്പെട്ട കുട്ടികളെ. ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർ പറയാൻ പോകുന്നത് ഹിന്ദി പാഠപുസ്തകത്തിലെ 10ാം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ ഖിഡ്കി, അതിൽ വരുന്നൊരു 2 ആക്ടിവിറ്റീസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസൊക്കെ ചെയ്തു. ഒരു മാച്ച് ദി ഫോളോയിങ്, സഹി മിലാൻ കരേം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഡയറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതൊരു ചെറിയൊരു ഷോർട്ട് ഡയറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ എളുപ്പം അത് ഫോളോ ചെയ്ത് പഠിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരാം. 2 കോളായിട്ട് ഒരു ടേബിൾ തരും. 2 കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ ഷാദി കാ ബുലാവ അയാഥ, കല്യാണത്തിന് ക്ഷണം വന്നു. രണ്ടാമത്തത് സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി, തണുപ്പ് അനുഭവപ്പെട്ടു അല്ലേ. സഫർ കാ ആനന്ദ് ലിയാ ജായി, ആ യാത്രയുടെ ആ ഒരു ആനന്ദം അനുഭവിക്കാൻ വേണ്ടി അല്ലേ. ഖിഡ്കി വാലി സീറ്റ് ചപ്പട്ലി, ജനലിൻ്റെ അരികെയുള്ള സീറ്റ് കൈക്കലാക്കി. ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗയെ, കാര്യങ്ങളിലൊക്കെ എന്താണ് മുഴുകി. ഇസ്രാർ കർണയിലേക്ക്, ആംഗ്യം കാണിക്കുക അല്ലേ, ഓരോന്ന് പറയുക. അടുത്ത കോളത്തിൽ യാത്രയ്ക്ക് അനുഭവം ആസ്വാദൻ കിയാ ജായേ, യാത്രയുടെ അനുഭവങ്ങളൊക്കെ എന്താണ് ആസ്വദിക്കാൻ കഴിയുക. ബാത്ചീത് മേം ലീന ഹോഗേ, എന്താണ് ഓരോരോ സംസാരത്തിൽ മുഴുകി. ഠണ്ട് കാ മൗസം ഷുറൂ ഹുവാ ഥ, എന്താണ് തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി, തണുപ്പ് കാലാവസ്ഥ എന്താണ് തുടങ്ങി എന്നൊക്കെ ആണ് മീനിങ്. വിവാഹ പർ ജാനെ കാ നിമന്ത്രൺ മിലാ ഥ, കല്യാണത്തിന് പോകാനുള്ള ക്ഷണം ലഭിച്ചു. ആഗ്രഹ കർണയിലേക്ക്, ഓരോന്നൊക്കെ ഇങ്ങനെ പറയല്ല, ആംഗ്യം കാണിക്കുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് വരുന്നത്. ഖിഡ്കി കെ പാസ് കി സീറ്റ് പക്കടിലി, ഖിഡ്കിയുടെ അടുത്തുള്ള സീറ്റ് പിടിച്ചു. അപ്പോൾ ഇതിൽ വിശേഷ പ്രയോഗമാണ് ഫസ്റ്റ് കോളത്തിൽ. രണ്ടാമത്തെ കോളത്തിൽ വരുന്നത് ആശയ് എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ ഷാദി കാ ബുലാവ ആയാ ഥ, അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? വിവാഹ് പർ ജാനെ കാ നിമന്ത്രൺ മിലാ ഥ, അതാണ് അതിൻ്റെ ആശയം വരുന്നത്. രണ്ടാമത്തത് സർദി ഹൽക്കി ഹൽക്കി ദസ്തക് ദേനെ ലഗി ഥി, അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ഠണ്ടാ കാ മൗസം ഷുറൂ ഹുവാ ഥ. അടുത്തത് ഖിഡ്കി വാലി സീറ്റ് ചപ്പട്ലി, അതിൻ്റെ ആൻസർ ഏതാണ്? ഖിഡ്കി കെ പാസ് കി സീറ്റ് പക്കഡ്ലി. അടുത്തത് എന്താണ്? ബാത്തോമേ മഷ്ഗൂൽ ഹോ ഗയെ, യാത്രയ്ക്ക് അനുഭവവും കാ ആസ്വാദൻ കിയാ ജായേ. അടുത്ത ഏതാണ് വരുന്നത്? ഇസ്രാർ കർണേ ലഗി, ആഗ്രഹ കർണേ ലഗി. അതുപോലെ ബോക്സ് തന്നിട്ട് നിങ്ങൾക്ക് സഹി മിലാൻ കരേ മാച്ച് ദി ഫോളോയിങ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കോളത്തിന് മാച്ചായിട്ടുള്ളത് തിരഞ്ഞെടുത്തിട്ട് എഴുതണം. അപ്പോൾ അറിയാവുന്നത് ആദ്യം ചെയ്തു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതായിരിക്കും ലാസ്റ്റ് ഇതിൻ്റെ ആൻസറായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്തതൊരു ഷോർട്ട് ഡയറിയാണ്. നമ്മൾ ഡയറി ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു ചെറിയൊരു ഡയറിയുടെ ഒരു പോർഷനാണ്. നമുക്ക് നോക്കാം. 12 ജൂലൈ 2025 ആണ്. 12 ജൂലൈ 2025 ആണ്. അപ്പോൾ നോക്കാം. ആജ് ട്രെയിൻ മേ ഏക്ക് പുറാനി യാദ് താസ ഹോഗി, അപ്പം ഇന്ന് ട്രെയിന് യാത്ര ചെയ്തപ്പോൾ എന്താ പഴയൊരു ഓർമ്മകളൊക്കെ വളരെ ശക്തമായി വന്നു. ഏക് ഷാൾ ബേച്ചനെ വാലി ലടുക്കി ആയി ഥി, ഷാൾ എന്താണ് വിൽക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നു. ഉസ് ലടുക്കി കി ആംഖോ മേ നമീ ഥി, ആ ലടുക്കിയുടെ ആ പെൺകുട്ടിയുടെ കണ്ണുകളിൽ എന്തായിരുന്നു? നനവുണ്ടായിരുന്നു. ഉസ് ലടുക്കി കോ ദേഖ് കർ മുझे അപ്പനെ പിതാച്ചി യാദ് ആ ഗയെ, അപ്പം എന്താണ് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ എനിക്കെൻ്റെ പിതാവിനെ എനിക്കെൻ്റെ അച്ഛനെ ഓർമ്മ വന്നു. വേ ഭി ऐसे ही ट्रेन में സാമാൻ ബേച്ച്തേ ഥേ, എൻ്റെ പിതാവും എന്താണ് ആ പെൺകുട്ടിയെ പോലെ ട്രെയിനിൽ സാധനങ്ങളൊക്കെ വിറ്റിരുന്നു. थक कर जब वे घर आते थे तो उनकी आंखों में भी वैसी ही नमी होती थी. ക്ഷീണിതനായിട്ട് എൻ്റെ അച്ഛൻ എപ്പോഴൊക്കെ വീട്ടിൽ വന്നിരുന്നോ അപ്പോഴൊക്കെ എൻ്റെ അച്ഛൻ്റെ കണ്ണുകളിൽ ആ നനവ് ഉണ്ടായിരുന്നു. മുझे उनका संघर्ष യാദ് ആ ഗയ, ഞാൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. യഹ് അനുഭവ് മേരെ ദിൽ കോ ഛൂ ഗയ, അതെന്താണ്? ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു അനുഭവം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു, എൻ്റെ ഹൃദയത്തെ തൊട്ടു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ഹൃദയത്തിൽ തട്ടി എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ. ഇസ് ലഡ്കി കി മെഹനത്ത് ഓർ ത്യാഗ് ദേഖ് കർ മേ ഭാവുക് ഹോ ഗയ, അപ്പം എന്താ പറയുന്നത്?
എന്താ പറയുന്നത്? ഉസ് ലഡ്കി കി മെഹനത്ത് ഓർ ത്യാഗ് ദേഖ് കർ മേ ഭാവുക് ഹോ ഗയ. ആ പെൺകുട്ടിയുടെ മെഹനത്ത്, ഹാർഡ് വർക്കിംഗ്, കഠിനാധ്വാനവും ത്യാഗവും കണ്ടപ്പോൾ എന്താണ്, ഞാൻ വളരെ ഇമോഷണലായി, വികാരഭരിതനായി എന്നൊക്കെ പറയില്ലേ, വികാരാതീതമായി എന്നൊക്കെ പറയില്ലേ, ഫീൽ വന്നു. അതായത് ഇമോഷണലായി, വിഷമം വന്നു, സങ്കടം വന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 ആക്ടിവിറ്റീസ് ഒന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. ചോദിക്കാൻ ചാൻസ് ഉള്ള കമ്പൽസറി ഒരു ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ ഒന്ന് നോക്കി വയ്ക്കുക. ധന്യവാദ്.